ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു JB Anglers and Adventurers. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ത്യാസ് ലാർജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ് ഈ വീഡിയോനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാസർഗോഡ് നിന്നും കാലിക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 2 days സ്റ്റേ ഉണ്ട്. നമ്മളൊരു ഖത്തറിലുള്ള ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യും. പിന്നെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. മെയിൻലി നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണണം. അതിനകത്തൊരു നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. രാവിലെ ഒരു 7:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും കാലിക്കറ്റ് ടൗണിൽ നമ്മളെത്തി. അതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഹോൾഡ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ടൗണിലാണ്. അപ്പോൾ കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20-30 കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുള്ളത്. അപ്പോൾ ആ ഏരിയയിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കാലിക്കറ്റ് ടൗൺ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ രാത്രി ഫുൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ നേരെ നമ്മളെ വണ്ടി എടുത്ത്, അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജുള്ള സ്ഥലം എന്ന് പറയുന്നത് കാലിക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 40-35 കിലോമീറ്റേഴ്സാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മൾ നേരെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് രാവിലെ തന്നെ നല്ല അടിപൊളി വൈബൊക്കെ ആസ്വദിച്ച് ഫാമിലിയായിട്ട് നേരെ ഞാനും വൈഫും കുട്ടുമുണ്ട് നേരെ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജുള്ള ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഓഫ് റോഡ്, അതായത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു റോഡ് തന്നെയാണ്. ഒരു അടിപൊളി സ്ഥലമാണ്. ഓഫ് റോഡിങ് ഒക്കെ ചെയ്ത് നമ്മൾ മല കയറിയാണ്, മുകളിലാണ് ഈ മലയുടെ എക്ദം മൗണ്ടൈൻ്റെ എക്ദം ടോപ്പിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിപൊളി വ്യൂസ് നമുക്ക് മൗണ്ടൈൻ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അതായത് ഇവിടെ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, മിനി ഊട്ടി എന്നാണ് ഇവരിതിന് ഇവിടേക്ക് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു അടാർ വ്യൂസ് തന്നെയാണ്. നമുക്ക് നല്ലതായിട്ട് ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു മൗണ്ടൈൻ വ്യൂയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ കുറേ വീഡിയോസിനകത്ത് കുറേ ലെങ്ത്തും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജിപ്പ് ലൈനും കാര്യങ്ങൾ പോലെ ട്രക്കിംഗ് പോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂസാണ് ഇത് കാണുന്നത്. പക്ഷേ അകത്ത് ഡെഫിനറ്റ്ലി ആരെങ്കിലും മലപ്പുറം കാലിക്കറ്റ് ഡിസ്ട്രിക്ട് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ടും നിങ്ങൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഫാമിലി ആയിട്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നും കുട്ടികൾക്ക്. പക്ഷേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു എൻജോയ്മെൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോട്ടലി ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെന്ന് പറയുന്നത് 200 രൂപീസാണ് പെർ ഹെഡ്. അപ്പോൾ ഒരു 5 years താഴെയുള്ള കുട്ടികൾക്ക് അവിടെ അവർ ചാർജൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ 200. അപ്പോൾ നമ്മൾ 2 കപ്പിൾ, ഞാനും വൈഫും കുട്ടിയുമായിരുന്നു. അപ്പോൾ നമ്മൾ 400 രൂപീസാണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ എന്നാണ് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്കും അതുപോലെയാണ് തോന്നിയത്. ഗൂഗിളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഇത്ര വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഇല്ല. 2 ഉണ്ട്. ഒന്ന് സ്മോളും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ബിഗ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വ്യൂസ്, അത് ഞാൻ എന്താ പറയുക, അത്രമേലും എക്സ്പ്ലോർ ചെയ്തൊരു വ്യൂസാണ്. അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണും പോലെ തന്നെ അടിയിലൊക്കെ ഫുൾ എന്താ പറയുക, നമ്മൾ ഏകദം ടോപ്പിലാണുള്ളത്. ഈ എന്താ പറയുക, ഈ കാടിൻ്റെയും കാര്യങ്ങളൊക്കെ മുകളിലാണ് നമ്മളത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞും അതിനകത്ത് ഈ വീഡിയോനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവൻ ആദ്യമൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, കുറച്ചും കൂടി കഴിയുമ്പോൾ അവൻ ഓക്കെ അതിനോട് അഗ്രീഡായി. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് മലപ്പുറം ഭാഗത്ത് ആരെങ്കിലും ട്രാവൽ ചെയ്യാനെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു പറയുന്നത്. ഇതിൻ്റെ പേര് മിസ്റ്ററി ലാൻഡ് എന്നാണ് ഇവർ ഇതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവിടെ പ്രത്യേകിച്ച് കോൾ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ തന്നെ രാവിലെ 6 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 9 മണി വരെയാണ് ഇവരുടെ സമയം പറയുന്നത്. പക്ഷേ ബേസിക്കലി നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ വിസിറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഏർലി മോർണിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസും കിട്ടും, കുറേ ആളുകളും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ പോയ സ്ഥലം സമയം ഏകദേശം 7:30-8 AM ആ സമയമായിരുന്നു ഏർലി മോർണിംഗ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാലിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു കാണുന്ന ഇതിൻ്റെ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്പോട്ട് തന്നെയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഒരു വാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി ആയിട്ടും എല്ലാവരും അതൊരു എക്സ്പീരിയൻസ് എടുക്കേണ്ടത് തന്നെയാണ്. ആരെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടെ തന്നെ വെരി നിയർ തന്നെ ടിക്കറ്റ് 20 റുപ്പീസാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജിൽ. അവിടെ തന്നെ ഒരു ചെറിയ അനിമൽ സൂവും അതുപോലെ തന്നെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത ശേഷം നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് സമയത്ത് ഏകദേശം ഒരു 6:30 ആകുമ്പോൾ വൈകുന്നേരം നമ്മൾ നേരെ SM സ്ട്രീറ്റിൽ. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് തന്നെയുള്ള SM സ്ട്രീറ്റ് ഫെമിലിയറായ ഒരു സ്ട്രീറ്റാണ്. ഒരുപാട് ആക്സസറീസും ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ. ആ സ്ട്രീറ്റും കൂടെ നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ SM സ്ട്രീറ്റൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് സാധനം അലുവ കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം കാലിക്കറ്റ് വന്ന് നമുക്ക് ഒരിക്കലും അലുവ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അലുവയും കാര്യങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് കാലിക്കറ്റ് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. അപ്പോൾ ഒരിക്കലും കോഴിക്കോട് ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മിസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ് കോഴിക്കോട് ബീച്ച്. അവിടുത്തെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ കോഴിക്കോട് ബീച്ച് ഫാമിലി ആയിട്ട് പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഈ SM സ്ട്രീറ്റിൽ നിന്ന് ഏകദേശം ഒരു 9:30 10 o'clock ആകുമ്പോൾ ഏകദേശം സൺഡേ ആയിരുന്നു, അധികം ഷോപ്പും കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു SM സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 20 minutes ഡ്രൈവിന് ശേഷം നമ്മൾ കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതൊരു വേറെ തന്നെ ഒരു എന്താ പറയുക വൈബാണ് ഇവിടെ. കുറേ ആൾക്കാരും സൺഡേ ആയതുകൊണ്ട് കൂടുതലും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രി സമയങ്ങളിൽ നല്ല ഫുഡും, അതായത് നിങ്ങൾ ആരെങ്കിലും സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അടിപൊളി സ്പോട്ട്. അങ്ങനെ അവസാനം നമ്മൾ കോഴിക്കോട് ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്, കുട്ടിയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ, ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി ഒരു ഏകദേശം 11 o'clock ആകുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരുപാട് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട്, അതായത് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുന്ന് നാളെ ഏർലി മോർണിംഗ് നമ്മൾ നേരെ കൊച്ചി ത്രൂ മൂന്നാർ, അതാണ് നമ്മളെ ട്രിപ്പ്. അടുത്ത പ്ലാൻ അടിപൊളി റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസും കൂടി നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡെഫിനറ്റ്ലി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.